ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കാറ്റ് 6 കേബിൾ, അതായത് എതർനെറ്റ് കേബിൾ എങ്ങനെ ജോയിൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കഴിയുന്നതും ഈ ഒരു ജോയിൻ്റ് ഒഴിവാക്കുക. ഒറ്റ കേബിളിൽ തന്നെ നമുക്ക് ആ ഒരു എൻഡ് ടു എൻഡ്, ഇപ്പോൾ സ്വിച്ചിൽ നിന്നും കമ്പ്യൂട്ടറിലോട്ടാണെങ്കിലോ അല്ലെങ്കിൽ അടുത്ത സ്വിച്ചിലോട്ടാണെങ്കിലോ എൻഡ് ടു എൻഡ് ജോയിൻറ്റ്സ് ഇല്ലാണ്ട് വലിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി അതല്ല, നമുക്കൊരു എമർജൻസി വന്ന് ഒരു ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നാൽ, അതിപ്പോൾ നെറ്റ്വർക്ക് ക്യാമറകളുടെ കാര്യത്തിലായാലും, ഇനി അതല്ല എതർനെറ്റ് കേബിൾ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ, അതായത് ഒരു ലാൻ കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും ഒരു ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളിലാണ് നമുക്കിത് ചെയ്യുന്നത്. 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, അതായത് ഒരു ലാൻ കേബിളിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഒരു ലാൻ കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലൊരു കപ്ലർ ഇടുക എന്നുള്ളതാണ്. അതായത് ഇതൊരു എതർനെറ്റ് കപ്ലർ അല്ലെങ്കിൽ ജോയിൻ്റർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ 2 സൈഡിൽ, അതായത് നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് ഉള്ള വയറിൻ്റെ അറ്റത്തും ഒരു RJ കണക്ടർ അടിക്കുക, RJ45യുടെ ആ കണക്ടർ അടിക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും ആ ഒരു കണക്ടർ അടിച്ചതിന് ശേഷം 2 സൈഡും കണക്ട് ചെയ്യുക. അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ തന്നെ ഉള്ള പോർട്ടാണുള്ളത്. അതായത് ആ ഒരു RJ45യുടെ ആ ഒരു ജാക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട് 2 സൈഡിലുണ്ട്, ഇട്ട് കണക്ട് ചെയ്യുക, ജോയിൻറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടും ഏറ്റവും നല്ലൊരു പ്രോപ്പർ രീതിയിൽ നമ്മളൊരു കാറ്റ് 6 ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള കപ്ലറുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലത്തെ കപ്ലർ അല്ലെങ്കിൽ ജോയിൻറ്റർ 2 വിധത്തിലുണ്ട്. ഇത് കൂടിയത്, അതായത് ജിഗാബിറ്റ് കപ്ലറാണ്, അതായത് 1 Gbps വരെ നമുക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്ലറാണ് ഈ ഒരു കപ്ലർ. എന്നാൽ ഇതുപോലെ തന്നെ കുറഞ്ഞ കപ്ലർ കിട്ടും, ഒരു ചാര കളറിൽ വരുന്ന കുറഞ്ഞ കപ്ലർ കിട്ടും. അത് നോർമൽ കപ്ലറാണ്. അതിന് ഈ ഒരു 1 Gbps സ്പീഡ് കിട്ടില്ല, നോർമൽ 100 Mbps താഴെയുള്ള സ്പീഡേ കിട്ടുള്ളൂ. അപ്പോൾ കപ്ലർ മേടിക്കുമ്പോൾ ഇത് തന്നെ മേടിക്കുക. അധികം പൈസയൊന്നും വരില്ല, 20-100 രൂപ അടുത്തതിന് ഈ ഒരു കപ്ലറിന് വരുള്ളൂ. അപ്പോൾ മറ്റേതിന് ഒരു 20-30 രൂപ വരുള്ളൂ തോന്നുന്നു. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ ഒരു കപ്ലറാണ്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഗുണം ഉണ്ടാവും, നല്ലോണം കിടന്നോളും. അപ്പോൾ ഇത് ഈവൻ 100 Mbps മേലിലുള്ള അല്ലാത്ത കണക്ഷനാണെങ്കിലും ചെറിയ കണക്ഷനാണെങ്കിലൊക്കെ ഈ ഒരു കപ്ലർ തന്നെ, ഈ ഒരു ജിഗാബിറ്റ് കപ്ലർ തന്നെ ഉപയോഗിച്ച് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണൊരു പ്രോപ്പർ രീതി. ഇനി അതല്ല, ഇത് നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സംഭവമാണ് കീസ്റ്റോൺ. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ കീസ്റ്റോൺ ജാക്ക് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു സൈഡിൽ നമുക്ക് ആ കീസ്റ്റോൺ ജാക്ക് പഞ്ച് ചെയ്യാം, എന്നിട്ട് അപ്പുറത്തെ എൻഡിൽ നമ്മളൊരു കണക്ടർ അടിച്ചിട്ട് ആ കീസ്റ്റോൺ ജാക്കായിട്ട് കണക്ട് ചെയ്യാം. കീസ്റ്റോൺ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ പഞ്ചിങ് ടൂൾ വേണം. കീസ്റ്റോൺ എങ്ങനെ പഞ്ച് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു കീസ്റ്റോൺ ഉപയോഗിച്ചും ചെയ്യാം. നോർമലി ആൾക്കാർ കൂടുതലും കീസ്റ്റോൺ ഉപയോഗിച്ച് ചെയ്യുന്നത്, കാരണം ആൾക്കാർക്ക് കപ്ലറിനെ കുറിച്ച് അത്രയധികം ആൾക്കാർ അറിവില്ല. പക്ഷേ കപ്ലറാണ് ഏറ്റവും നല്ലത്. എന്നാലും അടുത്തത് കീസ്റ്റോൺ ജാക്കാണ്. കീസ്റ്റോൺ ജാക്ക് വെച്ചിട്ടും ആ ഒരു ജോയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇതും ലാൻഡിൻ്റെ കാര്യത്തിലാണ്. ഇനി അത് ക്യാമറയുടെ കാര്യത്തിലാകുമ്പോൾ, അതായത് ഒരു നെറ്റ്വർക്ക് കേബിൾ, അതായത് ഒരു ഇൻ്റർനെറ്റിൻ്റെ കേബിൾ ഉപയോഗിച്ച്, അതായത് NVR ആണ് ചെയ്തേക്കുന്നത്, NVR കേബിളൊക്കെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കപ്ലർ അവിടെ ഉപയോഗിക്കാവുന്ന തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യുക, അതായത് അതാത് കളറുകൾ തമ്മിൽ ടേപ്പ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് വെക്കണം. കാണാം. ക്യാമറയുടെ കേസിൽ ജോയിൻറ്റ് ചെയ്താലും വലിയൊരു കുഴപ്പമില്ല. എന്നാലും ജോയിൻറ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ഒരു പവർ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ലൈൻസും കാര്യങ്ങളൊക്കെ. എന്നാലും അത് ഒഴിവാക്കുക. ഇൻ കേസ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ജോയിൻറ്റ് ചെയ്യാം. അതാത് വയറുകൾ നമുക്ക് അതാത് വയറിൽ നോക്കിയിട്ട് സ്ലീവ് വളഞ്ഞ് നോർമലി നമ്മൾ എങ്ങനെയാണോ ടേപ്പ് ചെയ്യുന്നത് അതുപോലെ ജോയിൻറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ടേപ്പ് ചെയ്ത് നമുക്ക് വെക്കാം. പിന്നെ ഇത് ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ വലിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ കഴിയുന്ന ഒഴിവാക്കുക. ഈ ഒരു കപ്ലർ തന്നെ വയ്ക്കുക. കപ്ലർ അല്ലെങ്കിൽ നമ്മുടെ കീസ്റ്റോൺ ജാക്ക് അത് വെച്ചിട്ട് തന്നെ ആ ഒരു ജോയിൻറ്റ് വെക്കാൻ നോക്കുക. പിന്നെ ഞാൻ നേരത്തെ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജോയിൻറ്റ്സും പരമാവധി ഒഴിവാക്കുക. ജോയിൻറ്റ് ഇല്ലാണ്ട് തന്നെ ഒറ്റ കേബിൾ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ആ ഒരു ജോയിൻറ്റ്സ് ഒഴിവാക്കുക. പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്, അതായത് കപ്ലർ ജോയിൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വീഡിയോസ്, കീസ്റ്റോണിൻ്റെയൊക്കെ നമുക്ക് പഞ്ച് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അത് ജോയിൻ ചെയ്യുക. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.